ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് രാമായണത്തിലെ രണ്ട് കഥാപാത്രങ്ങളായ ബാലിയും സുഗ്രീവന്റെയും കഥയെക്കുറിച്ചാണ്. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് വാനര രാജാവായ ബാലി. ഇന്ദ്രന്റെ മകനും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമായിരുന്ന ബാലി കിഷ്കിന്ധയിലെ രാജാവായിരുന്നു. വിഷ്ണുവിന്റെ അവതാരമായ രാമൻ ഒളിയമ്പെയ്താണ് ബാലിയെ വധിച്ചത്. ബാലിയെ ചതിയിൽപ്പെടുത്തി രാമനെ കൊണ്ട് സുഗ്രീവൻ വധിപ്പിച്ചുവെന്നാണ് കഥ. ബാലിക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിന്റെ പകുതി ശക്തി കൂടി ലഭിക്കും എന്നൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ബാലി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവണൻ ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. രാവണന്റെ പകുതി ശക്തി കൂടി ലഭിച്ച ബാലി രാവണനെ വാലിൽ ചുറ്റിയെടുത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചു. ബാലി മഹാഗിരികൾ എടുത്ത് അമ്മാനമാടും, വൻ വൃക്ഷങ്ങൾ പറിച്ചൊടിക്കും. അച്ഛനായ ദേവേന്ദ്രൻ കൊടുത്ത 100 പൊൻതാമര പൂക്കൾ കൊരുത്ത മാല എപ്പോഴും ബാലിയുടെ കഴുത്തിലുണ്ടാകും. ബ്രഹ്മമുഹൂർത്തത്തിനും മുന്നേ ഉണർന്ന ബാലി സൂര്യോദയത്തിനു മുന്നേ 4 മഹാസാഗരങ്ങളിലും തർപ്പണം ചെയ്ത് മടങ്ങിയെത്തും. പിതാവായ ഋഷ്യരജസിന്റെ കാലശേഷം മൂത്തപുത്രനായ ബാലി കിഷ്കിന്ധയിൽ വാനര രാജാവായും അനുജൻ സുഗ്രീവൻ അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചുകൊണ്ടും വാണു. ഒരിക്കൽ മായാവി എന്ന രാക്ഷസൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വെല്ലുവിളിച്ചു. രാത്രി സമയം രാക്ഷസന്മാരുടെ മായയ്ക്ക് ശക്തി കൂടും എന്ന് സുഗ്രീവന്റെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ട് ബാലി മായാവിയോട് യുദ്ധത്തിനിറങ്ങി. ബാലിയുടെ അടികൊണ്ട അവശനായ മായാവി പിന്തിരിഞ്ഞോടി. പുറകെ ബാലിയും ഒപ്പം സുഗ്രീവനും ഓടിയോടി മായാവി ഒരു ഗുഹയിൽ കയറി. സുഗ്രീവനെ പുറത്ത് കാവലെത്തിയിട്ട് ബാലിയും അകത്ത് കയറി. കുറേ നാൾ കഴിഞ്ഞിട്ടും ബാലി മടങ്ങി വന്നില്ല. 1 വർഷത്തിന് ശേഷം ഗുഹയിൽ നിന്നും ബാലിയുടെ നിലവിളിയും മായാവിയുടെ അട്ടഹാസവും സുഗ്രീവൻ കേട്ടു. ഗുഹാമുഖത്ത് രക്തം പതഞ്ഞു ഒഴുകുന്നത് കണ്ട് ബാലി മരിച്ചു എന്ന് നിജപ്പെടുത്തിയ സുഗ്രീവൻ മായാവി ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാതെ ഇരിക്കാനായി വലിയൊരു പാറക്കല്ല് കൊണ്ട് ഗുഹാമുഖം അടച്ചുവെച്ചു. കിഷ്കിന്ധയിലെത്തിയ സുഗ്രീവൻ ദുഃഖിതനായി കഴിഞ്ഞുകൂടി. രാജ്യം അനാഥമാകാതിരിക്കാനായി മന്ത്രിമാരുടെ നിർബന്ധപ്രകാരം സുഗ്രീവൻ രാജാവായി. വാസ്തവത്തിൽ ബാലി മരിച്ചു എന്ന് സുഗ്രീവന് തോന്നിയത് മായാവിയുടെ മായ കൊണ്ടായിരുന്നു. മായാവിയെ കൊന്നു ഗുഹയുടെ വാതിലിലെത്തിയ ബാലി ഒറ്റ ചവിട്ടിന് പാറക്കല്ല് ദൂരെ തെറിപ്പിച്ചു. തന്നെ കൊല്ലാൻ വേണ്ടി സുഗ്രീവൻ മനഃപൂർവ്വം ഗുഹ പാറ കൊണ്ട് അടച്ചു എന്ന് വിശ്വസിച്ച ബാലി കിഷ്കിന്ധയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെത്തി. ബാലിയെ കണ്ട് സുഗ്രീവൻ സർവസ്വവും അദ്ദേഹത്തിന് അടിയറ വെച്ചിട്ടും ബാലി ശാന്തനായില്ല. സുഗ്രീവനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്ത സേവകന്മാരെയും ബാലി കിഷ്കിന്ധയിൽ നിന്നും ആട്ടിപ്പായിച്ചു. സുഗ്രീവന്റെ പത്നിയായ രുമയെ ബാലി ബലമായി അപഹരിച്ചു. ബാലി വളരെ നല്ല രാജാവായിരുന്നുവെങ്കിലും തന്റെ അനുജനായ സുഗ്രീവൻ അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ ഒരു കൂറ്റൻ പോത്തിന്റെ രൂപത്തിൽ തന്നോട് പോരിനു വന്ന ദുന്ദുബി എന്ന അസുരനെ വധിച്ചു. അവന്റെ ജഡം ബാലി 1 യോജന ദൂരം വലിച്ചെറിഞ്ഞു. ജഡം വന്നു വീണത് മാതംഗമുനിയുടെ ആശ്രമത്തിലായിരുന്നു. തന്റെ ആശ്രമം ജഡം വീഴ്ത്തി അശുദ്ധമാക്കിയവൻ ആ പ്രദേശത്തിന്റെ 1 യോജന ചുറ്റളവിൽ കാലു കുത്തിയാൽ തല പൊട്ടിത്തെറിച്ച് മരിക്കട്ടെ എന്ന് മുനി ശപിച്ചു. അതിൻ പ്രകാരം ബാലി കാൽ കുത്താത്ത ഏക സ്ഥലം എന്നുള്ള നിലയ്ക്ക് ആ പ്രദേശത്തിന് അകത്തുള്ള ഋഷ്യമുഖ പർവ്വതത്തിൽ ബാലിയെ പേടിച്ച് സുഗ്രീവൻ അഭയം തേടി. രാവണൻ തട്ടിക്കൊണ്ടുപോയി സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിലേർപ്പെട്ടു. ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാ അന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന. അത് അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മരത്തിന് പിന്നിൽ നിന്നും അമ്പെയ്ത് ബാലിയെ വധിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു. സുഗ്രീവൻ രാമന്റെ പിൻബലത്തിൽ കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ബാലിയെ മറഞ്ഞിരുന്ന് ബാണം എയ്ത് വധിക്കാൻ ശ്രമിച്ച രാമനെ സഹോദരന്മാർ 2 പേരും തമ്മിലുള്ള രൂപസാദൃശ്യം മൂലം ബാലിയെ തിരിച്ചറിഞ്ഞ് അസ്ത്രമയക്കാൻ സാധിച്ചില്ല. ബാലിയുടെ മർദ്ദനത്താൽ അവശനായ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. സുഗ്രീവനെ യുദ്ധത്തിനിടയിൽ തിരിച്ചറിയാൻ വേണ്ടി രാമൻ അദ്ദേഹത്തെ ഒരു പൂമാല അണിയിപ്പിച്ചു. ബാലിയെ വീണ്ടും വെല്ലുവിളിച്ച സുഗ്രീവനോട് ബാലിയുടെ പത്നിയായ താര തടഞ്ഞിട്ടുകൂടി ബാലി യുദ്ധത്തിനിറങ്ങി. പോരിനിടയിൽ ബാലിയെ രാമൻ ഒളിയമ്പെയ്ത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മര്യാദ പുരുഷോത്തമനായ രാമൻ തന്നെ ഒളിയമ്പെയ്തതു മൂലം അധർമ്മം
പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് രാമനെ ബാലി ഉഗ്രമായി വിമർശിക്കുന്നു. ഈ കാണുന്ന ഭൂമി മുഴുവൻ പരിപാലിക്കുന്ന ഇക്ഷ്വാകു വംശ രാജാവായ ഭരതന്റെ ഭരണത്തിന് കീഴിൽ സ്വപുത്രിയെ പോലെ സംരക്ഷിക്കേണ്ട അനുജന്റെ പത്നിയെ കാമാന്തനായി ബലപൂർവ്വം അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ശിക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് രാമൻ ഉണർത്തിച്ചു. രാമന്റെ യുക്തിപൂർവമായ മറുപടി കേട്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ബാലി പശ്ചാത്താപ വിവശനായി. ബാലിയുടെ അവസാന നിമിഷങ്ങൾ കണ്ട സുഗ്രീവനും അത്യധികം ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തു. ബാലി തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണ താമരമാല സുഗ്രീവനെ അണിയിച്ചു. കിഷ്കിന്ധയുടെ രാജാധികാരവും തൻ്റെ പത്നി താരയുടെയും പുത്രൻ അംഗദന്റെയും സംരക്ഷണം സുഗ്രീവനെ ഏൽപ്പിച്ചിട്ട് അന്ത്യശ്വാസം വലിച്ചു. ബാലിയുടെ ജഡം വിധിപൂർവം സംസ്കരിച്ചു. സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവെ അഭിഷേകം ചെയ്യപ്പെട്ടു. അംഗദനെ യുവരാജാവായും വാഴിച്ചു. ഇത്രയുമാണ് ബാലിയുടെയും സുഗ്രീവന്റെയും കഥ. താങ്ക്